യുദ്ധവും ഗോൾഡ് പ്രൈസും തമ്മിലൊരു ബന്ധമുണ്ടായിരുന്നു. യുദ്ധം വരുമ്പോൾ ഗോൾഡ് പ്രൈസ് കൂടും. എന്നാൽ ഇത്തവണ സ്ഥിതി അല്പം വ്യത്യസ്തമാണ്. സാധാരണഗതിയിൽ കൂടുതൽ സുരക്ഷിതമായ നിക്ഷേപത്തിനായി കൂടുതൽ ആളുകൾ സ്വർണത്തിലേക്ക് പോകും. അതിനാലാണ് യുദ്ധം വരുമ്പോൾ സ്വർണത്തിന്റെ വില കൂടുമെന്ന ധാരണ ഉണ്ടായത്. പക്ഷെ ഇപ്പോഴത്തെ ഗോൾഡ് മാർക്കറ്റ് നേരെ ഓപ്പോസിറ്റ് ആണ്. ഈ വീഡിയോയിലൂടെ നമുക്ക് അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ വീഡിയോ ഒന്ന് ഷെയറും റീപോസ്റ്റും ചെയ്താൽ അതെനിക്കൊരു വലിയ സപ്പോർട്ടായിരിക്കും. ഒന്നാമത്തെ കാരണം $ഡോളർ കൂടുതൽ ശക്തമാവുന്നു. സാധാരണഗതിയിൽ $ഡോളർ ശക്തമാവുമ്പോൾ ഗോൾഡ് പ്രൈസ് താഴോട്ട് പോകാറുണ്ട്. രണ്ടാമത് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ ഗോൾഡ് പ്രൈസ് കുറയും. കാരണം ഗോൾഡ് ഇൻട്രസ്റ്റ് കൊടുക്കാറില്ല, പക്ഷെ ബാങ്കുകളും ബോണ്ടുകളും കൊടുക്കും. മൂന്നാമതായി മിഡിൽ ഈസ്റ്റ് യുദ്ധം. മിഡിൽ ഈസ്റ്റിൽ യുദ്ധം വരുമ്പോൾ ഓയിൽ പ്രൈസ് കൂടാറുണ്ട്. അതിനനുസരിച്ച് ഇൻഫ്ലേഷനും കൂടും. അത് സെൻട്രൽ ബാങ്കുകൾക്ക് പലിശ നിരക്ക് കുറക്കാതിരിക്കാനുള്ള പ്രഷർ ഉണ്ടാക്കും. ഇത് ഗോൾഡിന് നെഗറ്റീവ് സിഗ്നലാണ്. നാലാമതായി വലിയ ഇൻവെസ്റ്റേഴ്സ് ബൈ ദ റൂമർ സെൽ ദ ന്യൂസസ് എന്ന രീതിയിൽ പ്രവർത്തിക്കും. അഞ്ചാമതായി സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ആവുമ്പോൾ കൂടുതൽ ഇൻവെസ്റ്റേഴ്സും ആദ്യം വിൽക്കുന്നത് കൂടുതൽ ലിക്വിഡ് മണി ആയിട്ടുള്ള ഗോൾഡ് ആയിരിക്കും. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, യുദ്ധം വരുന്ന എല്ലാ സാഹചര്യങ്ങളിലും ഗോൾഡ് പ്രൈസ് ഉയരുന്നില്ല.